ഹായ് ഹലോ എവിടെ പോണ് ഡുഡുവിൻ്റെ അടുത്ത് മഞ്ജുവിൻ്റെ അടുത്താ പോകുന്നത്. ഹലോ ഗായ്സ്, എന്ത് കഥ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ദിവസം ഞാനും കുഞ്ഞുപെണ്ണും മാത്രമേ ഉള്ളൂ. അച്ചു ഡ്യൂട്ടിക്ക് പോയി, ചേച്ചീൻ്റെ ബന്ധു വീട്ടിൽ പോയി. അപ്പോൾ ചേച്ചിന്ന് ലീവാണ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി മൂക്കുള്ള സെറ്റപ്പ് ആക്കണം. ദോശ, ചട്നി, ചായ. എനിക്കുള്ള ദോശ, ചട്നി, ചായ. ഞാനും മോളും ഒറ്റക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എണീക്കും. എന്നിട്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കും. കാരണം അവളെ ഉറങ്ങുമ്പോൾ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പണി തീർന്നല്ലോ. ഹോളിലാക്കിയിട്ട് ഇവിടെ അടുക്കളയിൽ വന്ന് നിൽക്കുമ്പോൾ അത്ര സേഫ് ആയിട്ട് തോന്നില്ല. അതുകൊണ്ട് അവൾ എണീക്കുന്നതിന് മുന്നേ ദോശയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ട്. ദോശ സെറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ എണീറ്റു. അതുകൊണ്ട് അവളെ എടുക്കേണ്ടി വന്നു. പിന്നെ അവളെ എടുത്തിട്ടാണ് കുറച്ച് പണിയെല്ലാം തീർത്തത്. ഇന്നലെ ഉഴുന്നിൻ്റെ ദോശയാണുള്ളത്. പിന്നെ ചമ്മന്തി ആക്കാൻ വേണ്ടിയിട്ട് അച്ചു ഓൾറെഡി ടൊമാറ്റോവും ഉള്ളിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് എടുക്കണം. അപ്പോൾ അതാണ് ഈ പണിയുള്ളത്. അപ്പോൾ അവൾ ചെറിയ ലൈറ്റ് മയക്കത്തിലുള്ളത്. അതുകൊണ്ട് കരഞ്ഞിട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ അവളെ ഉറക്കിയതിന് ശേഷം ആദ്യം കിടത്തി ഉറക്കി. എന്നിട്ട് ഞാൻ ചമ്മന്തി ആക്കാനുള്ള പരിപാടിയായിരുന്നു. ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ടൊമാറ്റോ ചമ്മന്തി. അതുകൊണ്ട് അത് ചെയ്തു. പിന്നെ അവൾക്ക് കൊടുക്കാറുള്ള മുന്തിരി ജ്യൂസും കൊടുത്തു. അതിനുശേഷം കുളിപ്പിച്ചു കേട്ടോ. കുളിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കണ്ണൊക്കെ എഴുതണമെങ്കിൽ നമ്മുടെ കണ്ണെഴുതാൻ അവളെയും സമ്മതിക്കണം. അതാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്. അപ്പോൾ ഇരുന്ന് കൊടുക്കേണ്ടി വരും. അവൾ നമ്മുടെ കണ്ണെഴുതും, മുഖത്തെഴുതും, തുടച്ചെഴുതും. അപ്പോൾ അതിനൊക്കെ നിന്ന് കൊടുക്കണം. പക്ഷേ ഇതൊക്കെ ഒരു രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനൊക്കെ ക്യാപ്ചർ ചെയ്യും, സ്റ്റാറ്റസൊക്കെ ഇടാറ് നിങ്ങൾ കാണലുണ്ടാവും. അപ്പോൾ അവൾ അവളേതായ രീതിയിൽ എൻ്റെ കണ്ണൊക്കെ എഴുതി വെച്ച് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ ഞാൻ അവളുടെ കണ്ണ് എങ്ങനെയൊക്കെ എഴുതി കൊടുത്തു. എൻ്റെ കോലം കണ്ട് ഞെട്ടരുത് കൈ. ഇതാണ് എൻ്റെ കോലം. അതിന് വലിയ വൃത്തികേടായിട്ടാണ്. അതിനുശേഷം അവൾക്ക് മുട്ട കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് TV ഓൺ ആയി കൊടുത്തു. ഇതാണ് പരിപാടി. ഇരുന്ന് കഴിഞ്ഞാൽ കാലിൽ കയറി ഇരുന്ന് ഇങ്ങനെ. അപ്പോൾ മുട്ടയൊക്കെ കൊടുത്തു, സെറ്റായി. പിന്നെ ഈവനിങ് എനിക്കിന്നൊരു ട്രെയിനിങ് ഉണ്ട്, ഡ്രാഗൺ ബോട്ടിങ്ങിൻ്റെ. അപ്പോൾ ഇവിടെ ഒറ്റക്കൊക്കെ പോകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ എൻ്റെ കസിൻ്റെ വീട് തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ ആക്കിയിട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അച്ചു വരും. അപ്പോൾ അച്ചു ഇവളെ എടുത്തിട്ട് പിന്നെ വീട്ടിലോട്ട് വന്നോളൂ. അപ്പോൾ നമ്മൾ നേരെ കസിൻ്റെ വീട്ടിലെത്തി. കസിൻ്റെ വീട്ടിൽ ആക്കിയതിന് ശേഷം ഞാൻ ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ അവിടെ ഇന്ന് ആക്ച്വലി നവരാത്രീൻ്റെ ചെറിയൊരു പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുഞ്ഞിപ്പെണ്ണിനെ എൻ്റെ കസിൻ കൊണ്ടുപോയിട്ടുണ്ടായി. ഇങ്ങനെയൊക്കെ വേഷമൊക്കെ കെട്ടിച്ചിട്ടുണ്ട്. അവൾക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവാക്കണം എന്നുണ്ട്. മഞ്ജുവിനോട് പറയുന്നുണ്ട്, എൻ്റെ കാലിൽ എന്തൊക്കെ വരച്ചിട്ടുണ്ട്, ഒന്നും എടുത്ത് താന്നൊക്കെ. പക്ഷെ അവിടെ നിന്നൊന്നും മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെണ്ണ് മിണ്ടാണ്ടിരുന്നു. നല്ല ഉണ്ടായിരുന്നു വീഡിയോ കാണാൻ വേണ്ടി. ചിരിച്ച് കുറേ നമ്മൾ വീഡിയോ കണ്ട് കുറേ ചിരിച്ചു. നല്ല രസമായിരുന്നു. അതിനുശേഷം അച്ചു അവളെ കൂട്ടി റൂമിലോട്ട് പോയിട്ടോ. ഞാനിത് രാത്രി ട്രെയിനിങ് ഉണ്ടായിരുന്നു. കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തു. 2-2.5 മണിക്കൂർ ക്രീക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് അപ്കമിങ് ടൂർണമെൻറ്റ് ഇല്ലാണ്ട് തന്നെ ഇതാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്